ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനൊക്കെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പിംഗ് കുറേ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ അങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ ഒരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിൽ ആണത്, ആൻഡ് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അതൊരു പെയ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ ബുക്ക് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ബുക്കിംഗ് ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ വേറെ തരത്തിൽ റീഡിങ്സ് ആണ് ഇടാറ്. അതിവിടെ ഞാൻ ഷെയർ ചെയ്യാറില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ ഞാൻ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ അവിടെയും ഫോളോ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ അവിടെയും മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ഞാൻ ഒരു ചാനൽ മെമ്പർഷിപ്പും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും സമയം വെയിറ്റ് ചെയ്യണ്ട, വേഗം ആക്സസ് കിട്ടണം, വീഡിയോസൊക്കെ കാണണം എന്നുണ്ടെച്ചാൽ മെമ്പർ ആവുക. മെമ്പേഴ്സിനാണ് ആദ്യം വീഡിയോസൊക്കെ ആക്സസ് കിട്ടുക. അപ്പോൾ ചാനൽ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ല വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ പേജിൽ പോയാൽ അവിടെ ഒരു ജോയിൻ ബട്ടൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ജെമിനൈ എന്താണ് മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനൈ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി നിങ്ങളുടെ ചാരിയറ്റ്, നിങ്ങളുടെ പേഴ്സന്റെ ഓവറോൾ എനർജി ഡെത്ത്, നിങ്ങളുടെ മ്യൂച്വൽ കണക്ഷൻ ഈ സമയത്ത് മജിഷ്യൻ, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ഈ പേഴ്സന്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 ഓഫ് കപ്സ്, നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ 6 ഓഫ് പെൻറ്റക്കിൾസ്, ഈ പേഴ്സന്റെ ഇൻറ്റൻഷൻ ഇവിടെ ജസ്റ്റിസ്. ഇവിടെ ആക്ഷൻ എടുക്കാൻ പോണത് നിങ്ങൾ 5 ഓഫ് കപ്സ് ആണ്. ആൻഡ് ഈ പേഴ്സന്റെ ആക്ഷൻ ഇവിടെ ഹൈറോഫാന്റ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് ഔട്ട്കം? അപ്പോൾ ജെമിനൈ ഇവിടെ ഞാൻ കാണുന്നത് ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്. ഇത് ആക്ച്വലി മുമ്പോട്ട് പോണ എനർജിയാണ്, ഫോർവേഡ് മൂവ്മെന്റ് എനർജി, ട്രാവൽഡ് എനർജിയാണ്. ഇത് ചോയ്സ് ഉള്ള പേഴ്സന്റെ എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഈ മാസം എന്തോ ഒരു ചോയ്സ് ഉണ്ടാക്കാണ്ട് നിങ്ങൾക്ക്. എന്താണ് ഈ ചോയ്സ് ഉള്ളത്? ഇവിടെ ചാരിയറ്റ് ക്യാൻസർ എനർജി, 3 ഓഫ് വാൻഡ്സ്. അപ്പൊ ഇവിടെ ഞാനൊരു സിറ്റുവേഷനിൽ ഒരു എൻഡിങ് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്, നിങ്ങളും നിങ്ങളുടെ പേഴ്സന്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു സെപ്പറേഷൻ ആയിരിക്കാം. അതല്ലച്ച എവിടെയോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണത് ഈ പേഴ്സൺ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഓഫർ തരും എന്ന്. എന്നുവെച്ചാൽ ഇവിടെ 3 ഓഫ് വാൻഡ്സ് ഒരു എക്സ്പെക്ടേഷൻ്റെ എനർജിയാണ്. ഈ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നിങ്ങൾ കുറേ സമയമായി പറഞ്ഞാൽ, നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് കുറേ സമയമായി. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണു ഈ പേഴ്സൺ എപ്പോഴാ എനിക്ക് ഈ ഓഫർ തരിക, എപ്പോഴാ നമ്മളുടെ ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോവുക. അങ്ങനെ ഒരു വെയിറ്റിംഗ് എനർജിയിലാണ് ഒരു എക്സ്പെക്ടേഷൻ്റെ എനർജിയിലാണ്. പക്ഷേ ഈ പേഴ്സന്റെ എനർജിയിൽ ഞാൻ കാണുന്നത് ഡെത്ത് എനർജിയാണ്, സ്കോർപ്പിയോ എനർജി. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മേ ബി ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ടെച്ചാൽ നിങ്ങൾ റീകൺസിലിയേഷൻ ആണ് എക്സ്പെക്ട് ചെയ്യണത്. ആൻഡ് ഈ പേഴ്സന്റെ എനർജിയിൽ ഒരു എൻഡിങ് ഞാൻ കാണുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഡെത്ത് എനർജി? ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് അത്ര ആക്ഷൻ അവർ എടുക്കുന്നില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് ഒരു മറുപടി ഇല്ല, ഒരു മെസ്സേജ് ഇല്ല, കോൾ ഇല്ല. ഈ പേഴ്സൺ ഒന്നും ഒരു ആക്ഷൻ എടുക്കാണ്ട് ആ ഒരു സ്റ്റാഗ്നന്റ് എനർജിയിലാണ് അവർ. ഓക്കെ, മുമ്പോട്ടും പോകണില്ല, ലെറ്റ് ഗോ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളെ മിസ് ചെയ്യണു. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോൾ കറന്റ് സിറ്റുവേഷൻ മജിഷ്യൻ ആണ്. അപ്പോൾ കറന്റ് സിറ്റുവേഷനിൽ നിങ്ങൾ രണ്ടാളും
ഈ റിലേഷൻഷിപ്പിൻ്റെ റെന്യൂവലിന് വേണ്ടിയിട്ട് പ്രേ ചെയ്യണു, ഹോപ്പ് ചെയ്യണു, മാനിഫെസ്റ്റ് ചെയ്യണു. പക്ഷെ അത് ഉണ്ടാവുന്നില്ല. എന്നുവെച്ചാൽ ഒരു പേഴ്സൺ ഇവിടെ ആക്ഷൻ എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ എന്താണ് മെജിഷ്യൻ ഇവിടെ? അത് ജെമിനായി എനർജി തന്നെയാണ്. അപ്പം നിങ്ങൾ രണ്ടാളുടെയും എനർജി കുറേ റെസ്ട്രിക്റ്റഡ് ആണ്. നിങ്ങൾ രണ്ടാളും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ അത്ര ഉണ്ടാവില്ല, ആക്ഷൻ ഇല്ല. അപ്പോൾ ഒരു കുറേ സ്റ്റാഗ്നൻ്റ് ആയി സിറ്റുവേഷൻ ആണ് ഇത്. അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഫ്യൂച്ചർ വേണം ഈ പേഴ്സണിൻ്റെ കൂടെ. ഒരു വീട് വേണം, ഒരു ഫാമിലി വേണം, ഒരു ഫ്യൂച്ചർ വേണം, നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് വേണം, ഒരു മാരേജ് വേണം. പക്ഷെ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഒന്നും ഒരു പ്രോഗ്രസ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കും കുറച്ചൊരു ടെൻഷൻ ആവുന്നുണ്ട്. എന്നുവെച്ചാൽ എത്ര സമയം വരെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക? അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. ഈ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു വിഷ് ഫുൾഫിൽമെന്റ് ആണ്, പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് ഒരു ആക്ഷനും ഇല്ല. അപ്പോൾ ഈ 9 ഓഫ് കപ്സ് എന്താണ്? അവർക്കും അത് തന്നെയാണ് വേണ്ടത്, ഒരു ഫ്യൂച്ചർ വേണം. പക്ഷെ ഈ സമയത്ത് അവർ കുറെ ഡിറ്റാച്ച്ഡ് ആണ്, കുറെ ഒരു ഇമോഷണൽ കണക്ഷൻ ഇവിടെ ഇല്ല. അവർ പ്രാക്ടിക്കൽ ഡിസിഷൻസ് ആണ് എടുക്കുന്നത്. അവർക്ക് എന്തോ ഒരു ധൈര്യക്കുറവുണ്ട്, എന്തോ ഒരു പേടി. മേ ബി അവർക്ക് പേടി ഉണ്ടാവും ഈ സിറ്റുവേഷൻ വർക്കൗട്ട് ചെയ്യോ ഇല്ലേന്ന്. അങ്ങനത്തെ ഒരു പേടിയായിരിക്കാം, ഇല്ല വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായോണ്ടായിരിക്കാം. ഈ പേഴ്സണ് കുറെ ഇന്നർ സ്ട്രെങ്ത്തിനെ ടാപ്പ് പറഞ്ഞാൽ അവരുടെ ഉള്ളിലത്തെ അവരുടെ പേടി, ഉള്ളിലുള്ള പേടിയെ അവരെങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ഈ സിറ്റുവേഷനിൽ കുറെ കൂടിയും ഒരു പ്രാക്ടിക്കലായി ഡിസിഷൻ എടുക്കാൻ നോക്കണം. ഒരു ധൈര്യത്തോടെ മുമ്പോട്ട് പോകാനിലാണ് ഈ പേഴ്സന്റെ ഇന്റൻഷൻ. പക്ഷെ അത് ഉണ്ടാവുന്നില്ല. പറഞ്ഞാൽ ഈ ഇതുവരെ അങ്ങനത്തെ ആക്ഷൻ ഞാൻ കാണുന്നില്ല. ഓക്കെ, 6 ഓഫ് പെന്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഇന്റൻഷൻ. അപ്പം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഓഫർ തന്നില്ല വെച്ചാൽ എന്നുവെച്ചാൽ നിങ്ങളുടെ സൈഡിൽ നിന്നാണ് എല്ലാം എഫേർട്ട് ഇടണേ. ഈ പേഴ്സന്റെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ടും ഞാൻ കാണില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പേഴ്സൺ കുറെ ഇൻ ആൻഡ് ഔട്ട് ആയി തോന്നുന്നു. ഇത് ഒരു സിറ്റുവേഷൻ, ബാലൻസ് സിറ്റുവേഷൻ അല്ല. നിങ്ങൾക്കൊരു ബാലൻസ് വേണം, ഒരു ഫ്യൂച്ചർ വേണം, ഒരു കമ്മിറ്റ്മെന്റ് വേണം. ഈ പേഴ്സൺ ഇതുവരെ ആ കമ്മിറ്റ്മെന്റ് തന്നിട്ടില്ല. ഈ പേഴ്സണ് അവർക്കും ഒരു കമ്മിറ്റ്മെന്റ് വേണം, അവർക്കും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം, മാരേജ് വേണം. പക്ഷെ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് മനസ്സിലാവണില്ല. ക്വീൻ ഓഫ് സോർഡ്സ്, മേ ബി അവർ മുമ്പേ ഡിവോഴ്സ്ഡ് ആയിരിക്കാം. അവരുടെ ലൈഫിൽ മേ ബി വേറെ ഒരു പേഴ്സൺ ഉണ്ടാവാം, മേ ബി കുട്ടികളുണ്ട്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം ഇത്. അങ്ങനെയും ഒരു പ്രശ്നമായിരിക്കാം. അതുകൊണ്ടും അവർ ചിലപ്പോൾ കുറെ പേടിച്ചിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ അവോയ്ഡ് ചെയ്യണ എന്ന് വെച്ചാൽ അവർ ഓൾറെഡി മുമ്പേ മാരീഡ് ആയിരുന്നു. അപ്പോൾ അവരുടെ ലൈഫിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. മാരീഡ് അല്ലാച്ച പറഞ്ഞാൽ അവർ മേ ബി സെപ്പറേറ്റഡ് ആയിരിക്കാം, ഡിവോഴ്സ് ആയിട്ടില്ല, അങ്ങനത്തെ സിറ്റുവേഷനും ആവാം. അതും അല്ലാച്ച മേ ബി അവരുടെ ലൈഫിൽ മുമ്പേ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു, അത് വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ അവർക്കൊരു പേടി കമ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ഒരു റിഗ്രറ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു ഡിസപ്പോയിൻമെന്റ് ഉണ്ട്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ ഒന്നും കമ്മിറ്റ് ചെയ്യണില്ല, ഈ റിലേഷൻഷിപ്പ് എവിടെയും മുമ്പോട്ട് പോണില്ല. നിങ്ങൾ ഈ പേഴ്സണെ മിസ് ചെയ്യണു. ഇവിടെ കുറെ ബ്ലോക്കേജസ് ഉണ്ട്. നിങ്ങൾ ഈ ബ്ലോക്കിനെ ഫൈറ്റ് ചെയ്യാൻ നോക്കണം. പറഞ്ഞാൽ ഈ സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യണം എന്നില്ല നിങ്ങൾക്ക്. പക്ഷെ കൂടുതൽ നേരം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല ഇപ്പോൾ. ഓക്കെ, ഒരു സമയം കഴിഞ്ഞാൽ തീരുമാനിക്കേണ്ടി വരും. അതാണ് നിങ്ങൾ ഇവിടെ ചെയ്യാൻ നോക്കാൻ പറഞ്ഞ ഹോപ്പ് ചെയ്യണത്. അവർ എന്തെങ്കിലും പറയും എന്നാണ് നിങ്ങൾ ഹോപ്പ് ചെയ്യണേ. പക്ഷെ അത് ഇല്ല വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യും. ഈ ഹൈറോഫാൻ ടോറസ് എനർജി, ഈ പേഴ്സൺ ഇപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാണ്ട് ഒരു ഐസൊലേറ്റഡ് എനർജിയിലാണ് ഇവർ. പക്ഷെ ഒരു സമയം ആയി കഴിഞ്ഞിട്ട് മേ ബി അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഓഫർ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അതിനും കുറെ സമയം എടുക്കും. ഔട്ട്കം ഇവിടെ 8 ഓഫ് പെന്റിക്കിൾസ്. ഈ 8 ഓഫ് പെന്റിക്കിൾസ് എന്താ ഔട്ട്കം ആയിട്ട് കാണുന്നത്? ക്വീൻ ഓഫ് കപ്സ്. നിങ്ങൾ രണ്ടാളും ഒരു സെയിം കമ്പനിയിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. ഞാനിവിടെ 2 ആൾക്കാരെ കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് സോഴ്സ് നിങ്ങളുടെ എനർജി ആയിരിക്കാം, ക്വീൻ ഓഫ് കപ്സ് ഇവരുടെ എനർജി ആയിരിക്കാം, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ. ഇവിടെ ഡെഫിനറ്റ്ലി ഒരു തേർഡ് പാർട്ടി ഉണ്ട്, വേറെ ആൾക്കാർ ഈ റിലേഷൻഷിപ്പിൽ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്. അതല്ല വെച്ചാൽ
ഈ പേഴ്സന്റെ മനസ്സിൽ കുറെ പറഞ്ഞ അവർ ഷുവർ അല്ല, എന്ന് വെച്ചാൽ അവരുടെ ലൈഫിലും മുമ്പേയും കുറെ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്, റിലേഷൻഷിപ്സ് വർക്കൗട്ട് ചെയ്തില്ല, അങ്ങനത്തെ ഒരു ഹിസ്റ്ററിയാണ് അവരുടെ. അതുകൊണ്ട് അവർക്ക് ഒരു പേടി. ഓക്കെ, അപ്പോൾ ഇവിടെ പൈസീസ് എനർജി ഉണ്ട്, ടോറസ് ഉണ്ട്, ലിബ്ര ഉണ്ട്, ലിയോ ഉണ്ട്, കുറെ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി ഉണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾ രണ്ടാളുടെയും മനസ്സിലുള്ള മെസ്സേജസ്? ഐ കുഡന്റ് ലെറ്റ് യു ഗെറ്റ് ക്ലോസ് ടു മീ. ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ. I wish I could take back my words. And ഇവിടെ ലാസ്റ്റ് കാർഡ്, ദ ടൈമിംഗ് ജസ്റ്റ് വാസന്റ് റൈറ്റ് ഫോർ us. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി മാതിരി ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ രണ്ടാൾക്കും ഇഷ്ടമുണ്ട്, ഇവിടെ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്. പക്ഷെ ഒരു പേഴ്സണിന്റെ, മേ ബി നിങ്ങളുടെ പേഴ്സണിന്റെ പേടി കാരണം, ഇല്ല വേറെ എന്തെങ്കിലും സിറ്റുവേഷന്റെ കാരണം അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല ഈ സമയത്ത്. ആൻഡ് അവർക്ക് അതറിയാം, അതിന്റെ കാരണമായിരിക്കും ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവുന്നത്. ഓർഎൽസ് നിങ്ങൾ ഓൾറെഡി ബ്രേക്കപ്പ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ അതിന്റെ കാരണമാണ്. അവര് മുഴുവൻ റെസ്പോൺസിബിലിറ്റി അതിന്റെ എടുക്കുന്നുണ്ട്, പക്ഷെ ഒരു ആക്ഷനും അവരെടുക്കാൻ തയ്യാറല്ല, അറ്റ്ലീസ്റ്റ് ഇപ്പോ തൽക്കാലം. ഓക്കെ, മേ ബി നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഇപ്പോ കാണുന്ന എനർജീസിൽ അങ്ങനെ ഞാൻ കാണില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് റെസൊനേറ്റ് അയച്ചാൽ, നിങ്ങൾക്ക് ഇതിന്റെ ഭാവി അറിയണം വെച്ചാൽ നിങ്ങൾ എന്നെ ഒരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി മാത്രമാണ്, അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ഒബ്വിയസ്ലി പെയ്ഡ് ആണ്, അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.